മഴ വിവരങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം. ഇടുക്കിയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കരിമ്പൻ പാലത്തിന് സമീപത്ത് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഇടുക്കിയിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? എന്തായാലും റെഡ് അലർട്ടാണ്. മഴ പെയ്യുന്നുണ്ടോ ഇപ്പോ? റോഷിനി, ഇടവേളയ്ക്ക് ശേഷം ഉച്ച മുതൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. ഈ നിമിഷം അല്പം മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇരുണ്ടുമൂടിയ കാലാവസ്ഥയാണ്. ഏത് നിമിഷവും മഴ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇടുക്കിയിലുള്ളത്. റോഷിനി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഉച്ച മുതലാണ് ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ടിലേക്ക് മാറിയത്. ഉച്ചവരെ ഓറഞ്ച് അലേർട്ടായിരുന്നു. അതിനുശേഷമാണ് റെഡ് അലേർട്ടിലേക്ക് മാറിയിട്ടുള്ളത്. ഇപ്പോഴും ആശങ്കയായി നിൽക്കുന്നത് അണക്കെട്ടുകളിലെ ജലനിരപ്പാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം പ്രകാരം പാമ്പള, കല്ലാർകുട്ടി ഡാമുകളിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് സാധ്യത. അതുകൂടാതെ പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മലങ്കര ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയതോടെ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ക്രമാതീതമായി തന്നെ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മലങ്കരയിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണെങ്കിൽ പഴയ പടിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്താനാണ് സാധ്യത. ഇപ്പോൾ നമ്മളുള്ളത് കരിമ്പൻ പാലത്തിന് സമീപമാണ്. ഇത് പെരിയാറിന്റെ ഭാഗം കൂടിയാണ്. ഇവിടെ ഉൾപ്പെടെ കാര്യമായി തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല. ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റിടങ്ങളിലും ഉള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിലെ മഴയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കുളമാവിൽ 165, പീരുമേട് 148, പൊന്മുടി 135, ആലടി 137, ഇടുക്കി 120 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലവിനോദങ്ങൾ പൂർണ്ണമായും ട്രെക്കിംഗ് ഉൾപ്പെടെയുള്ള വിനോദങ്ങൾ പൂർണ്ണമായും തന്നെ നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഓറഞ്ച് അലേർട്ടാണ്. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഈ നിയന്ത്രണം തുടരാൻ തന്നെയാണ് സാധ്യത. അതുകൂടാതെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രി ഗതാഗതവും ഇതിനോടകം തന്നെ നിരോധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാനാണ് സാധ്യത. അതുകൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. നിലവിൽ 134.15 ആണ് ജലനിരപ്പ്. അത് 136ലേക്ക് എത്തുകയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കും. ആ വെള്ളം ഇടുക്കി ഡാമിലേക്കാണ് വരേണ്ടത്. ഇടുക്കിയിലും ഇപ്പോഴും കാര്യമായി തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഏതാണ്ട് 2360 അടിയിലേക്ക് ജലനിരപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 12 അടി കൂടി ഉയരുകയാണെങ്കിൽ ഇടുക്കി ഡാമും തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇടുക്കി ജില്ല മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഡാം തുറക്കുന്ന സാഹചര്യത്തിലൊക്കെ അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി തന്നെ പ്രേക്ഷകരെ അറിയിക്കാം. രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിക്കാർ ശ്രദ്ധിക്കുക, മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അപ്പോൾ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു തന്നെ മുന്നോട്ട് പോകുക.